DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പും വിഷു അവധികളും കഴിഞ്ഞ് ബാങ്കിംഗ് മേഖല സജീവമാകുന്ന സാഹചര്യത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ അക്കൗണ്ട് ഉടമകൾ ശ്രദ്ധിക്കേണ്ട നിർണായകമായ പല മാറ്റങ്ങളും റിസർവ് ബാങ്കും മറ്റ് ബാങ്കുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പരിഷ്കാരങ്ങൾ വരുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയത്തിൽ RBI റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോ നിരക്കിൽ മാറ്റമില്ലാത്തതിനാൽ വാണിജ്യ ബാങ്കുകളുടെ വായ്പാ പലിശ നിരക്കുകളിൽ പെട്ടെന്ന് കുറവോ വർധനവോ ഉണ്ടാകില്ല. വായ്പ എടുത്തവർക്ക് പ്രതിമാസ EMI-യിൽ നിലവിൽ അധിക ബാധ്യത വരില്ല എന്നത് ആശ്വാസകരമാണ്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ ബാങ്ക് അക്കൗണ്ടുകൾ നിർജ്ജീവമാകാതിരിക്കാൻ KYC നടപടികൾ പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. ദീർഘകാലമായി ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകൾ ഉടൻ KYC അപ്ഡേഷൻ നടത്തി സജീവമാക്കണം. അല്ലാത്തപക്ഷം അക്കൗണ്ടുകൾ ബാങ്ക് തനിയെ നിർജ്ജീവമാക്കാൻ സാധ്യതയുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തങ്ങളുടെ നിഷ്ക്രിയമായ അക്കൗണ്ട് ഉടമകൾക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി യാതൊരു ഇടപാടും നടക്കാത്തതും സീറോ ബാലൻസ് ഉള്ളതുമായ അക്കൗണ്ടുകൾ ഏപ്രിൽ 15-ന് ശേഷം ക്ലോസ് ചെയ്യുന്ന നടപടികൾ ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഉടമകൾ ഉടൻ ബ്രാഞ്ച് സന്ദർശിച്ച് നടപടികൾ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനായി 5000 രൂപയ്ക്ക് മുകളിലുള്ള ഡിജിറ്റൽ ഇടപാടുകൾക്ക് RBI 1 മണിക്കൂർ കൂൾ ഓഫ് പീരീഡ് അഥവാ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്താൻ ആലോചിക്കുകയാണ്. ഈ 1 മണിക്കൂറിനുള്ളിൽ പണം സ്വീകർത്താവിന് ലഭിക്കില്ല. പകരം ഇടപാടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് റദ്ദാക്കാൻ ഉപഭോക്താവിന് അവസരം ലഭിക്കും. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി 70 വയസ്സിന് മുകളിലുള്ളവർ 5000 രൂപയിൽ കൂടുതൽ അയക്കുമ്പോൾ ഒരു വിശ്വസ്ത ഇടനിലക്കാരന്റെ അനുവാദം വേണമെന്ന നിർദ്ദേശം പരിഗണനയിലുണ്ട്. പ്രായമായവർ തട്ടിപ്പിനിരയാകുന്നത് തടയാനാണിത്. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് മാത്രമായിരിക്കും ഈ നിബന്ധന ബാധകമാകുക. അതോടൊപ്പം ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ കിൽ സ്വിച്ച് എന്ന പുതിയ സംവിധാനവും RBI പരിഗണിക്കുന്നുണ്ട്. സംശയാസ്പദമായ ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരൊറ്റ ബട്ടൺ അമർത്തുന്നതിലൂടെ ബാങ്ക് അക്കൗണ്ടിലെ എല്ലാ ഓൺലൈൻ ഇടപാടുകളും ഉടൻ മരവിപ്പിക്കാൻ ഈ സംവിധാനം വഴി സാധിക്കും. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി RBI കൊണ്ടുവരുന്ന ഈ പുതിയ മാറ്റങ്ങളിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ മെയ് 8 വരെ സമയമുണ്ട്. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ നിയന്ത്രണങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. അതോടൊപ്പം ബാങ്കിൻ്റെയോ പേയ്മെന്റ് പ്രൊവൈഡറുടെയോ ഭാഗത്തുണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകളോ സാങ്കേതിക പിഴവുകളോ മൂലം ഉപഭോക്താവിന് പണം നഷ്ടമായാൽ അവർക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ RBI കർശനമാക്കിയിട്ടുണ്ട്. 2026 ജൂലൈ 1 മുതൽ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കരിച്ച നിയമപ്രകാരം ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെങ്കിൽ ഉപഭോക്താവ് പണം നഷ്ടപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ആ തുക തിരികെ നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. കൂടാതെ ബാങ്കിന്റെയോ ഉപഭോക്താവിന്റെയോ ഭാഗത്തല്ലാതെ സിസ്റ്റത്തിൽ സംഭവിക്കുന്ന മറ്റ് സുരക്ഷാ ലംഘനങ്ങൾ മൂലം പണം നഷ്ടപ്പെടുകയും അത് 5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ നഷ്ടപ്പെട്ട തുകയുടെ 75% വരെയോ അല്ലെങ്കിൽ പരമാവധി 25,000 രൂപ വരെയോ നഷ്ടപരിഹാരമായി ലഭിക്കാനുള്ള പുതിയ സംവിധാനവും RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകളിൽ ബാങ്കിന് ഉത്തരവാദിത്തമില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനി ബാങ്കുകൾക്കായിരിക്കും. എന്നാൽ OTP അല്ലെങ്കിൽ പിൻ നമ്പർ പങ്കുവയ്ക്കുന്നത് പോലുള്ള ഉപഭോക്താവിന്റെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ മൂലം പണം നഷ്ടപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉപഭോക്താവിനായിരിക്കുമെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല സീറോ ബാലൻസ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ RBI 2026 ഏപ്രിൽ 1 മുതൽ കൂടുതൽ കർശനവും സുതാര്യവുമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണ്. പുതിയ നിയമപ്രകാരം ഇത്തരം അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തതിന്റെ പേരിൽ യാതൊരുവിധ പിഴയും ഈടാക്കാൻ ബാങ്കുകൾക്ക് അനുവാദമില്ല. മാത്രമല്ല ഡെബിറ്റ് കാർഡ്, ചെക്ക് ബുക്ക്, ഡിജിറ്റൽ ബാങ്കിംഗ് തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങൾ ഉപഭോക്താവിന്റെ അഭ്യർത്ഥന പ്രകാരം സൗജന്യമായി നൽകണമെന്നും RBI നിർദ്ദേശിക്കുന്നുണ്ട്. ഡിജിറ്റൽ പ്രതിമാസ വിഡ്രോവൽ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ്. മിനിമം ബാലൻസ് ഇല്ലെന്ന കാരണത്താൽ സേവനങ്ങൾ നിഷേധിക്കാനോ അക്കൗണ്ട് ഉടമകളെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ലെന്നും അധിക സേവനങ്ങൾക്ക് ഈടാക്കുന്ന ചാർജുകൾ സുതാര്യവുമായിരിക്കണമെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ കുറയ്ക്കാനും ഉപഭോക്താക്കളുടെ പണം സുരക്ഷിതമാക്കാനുമാണ് ബാങ്കിംഗ് മേഖലയിൽ ഇത്തരം കർശന നടപടികൾ സ്വീകരിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നതും KYC അപ്ഡേറ്റ് ചെയ്യുന്നതും അക്കൗണ്ട് ഉടമകളുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ എല്ലാവരും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.